ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇത് PGBPയുടെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്ഷൻ 32. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മുകളിൽ ഐകാർഡ്സിലും അതേപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ PGBP എന്നുള്ള ചാപ്റ്ററിൽ സെക്ഷൻ 32 എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിപ്രിസിയേഷൻ. പ്രോബ്ലം വൈസും പ്ലസ് തിയറി ആയിട്ടും എക്സാമിന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. നന്നായിട്ട് മനസ്സിലാക്കേണ്ട പോർഷനാണ്. ഡിപ്രിസിയേഷൻ എന്നുള്ളത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിപ്രിസിയേഷൻ എന്താണ്, അതിൻ്റെ മീനിങ്, എന്തിനാണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രിസിയേഷൻ എങ്ങനെയാണ്, ഡിപ്രിസിയേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ PGBP എന്നുള്ള ചാപ്റ്ററിൽ സെക്ഷൻ 32 പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് ഒന്നും കൂടി ഇവിടെ നമുക്ക് റിമൈൻഡ് ചെയ്യാം. ഡിപ്രിസിയേഷൻ മീൻസ് എ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ബൈ വെയർ ആൻഡ് ടിയർ കോസ്ഡ് ബൈ ദെയർ യൂസ് ഇൻ ദ ബിസിനസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അസറ്റ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് മീൻസ് ലോങ് ടേം ആയിട്ട് നീണ്ടു നിൽക്കുന്ന അസറ്റ്, ലോങ് ടേം യൂസസിന് വേണ്ടിയിട്ടുള്ള അസറ്റാണ് ഫിക്സ്ഡ് അസറ്റ്. സോ ഒരു ബിസിനസ് ഈ ഫിക്സ്ഡ് അസറ്റ് ലോങ് ടേം യൂസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യും. ദെൻ പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു അസറ്റ് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കും തോറും അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അസറ്റിൻ്റെ വാല്യൂ, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ച് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുക, അത് സെക്കൻഡ് ഹാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ഒബ്സലേറ്റ് ആവുകയാണ്, ഔട്ട് ഓഫ് ഫാഷനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള അസറ്റ് കാലക്രമേണ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ ഡിമിനിഷിങ് ആവുകയാണ്. അതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എപ്പോഴും നമ്മൾ ഫിക്സ്ഡ് അസറ്റിൻ്റെ മുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? ലോങ് ടേം ആയിട്ട് ആ ഒരു അസറ്റ് നീണ്ടു നിൽക്കുന്നത് കൊണ്ട്. ദെൻ ഡിപ്രിസിയേഷൻ ചാർജബിളിന് വേണ്ടിയിട്ട് ഈ ഫിക്സ്ഡ് അസറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്താ? നമുക്ക് കാണാനും തൊടാനും സാധിക്കുന്ന അസറ്റ്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, ഫിറ്റിങ്സ്. ഓക്കെ, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരിൽ കാണാൻ സാധിക്കില്ല, നമുക്കതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസ്, അങ്ങനെയുള്ള ബിസിനസ്സിലെ അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ഇനി ഈ PGBPയുടെ അണ്ടറിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഡിഡക്റ്റബിൾ ആണ്. പക്ഷെ അങ്ങനെ ഡിഡക്റ്റ് ചെയ്യണം എങ്കിൽ രണ്ട് കണ്ടീഷൻസ് മസ്റ്റായിട്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് PGBP ഇൻകത്തിൻ്റെ അണ്ടറിൽ അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? അതിൽ ഫസ്റ്റ് വരുന്നത് അസറ്റ് ഷുഡ് ബി ഓൺഡ് ഓൺലി ഓർ പാർട്ട്ലി ബൈ ദ അസസി. അതായത് ആ മേടിച്ചിരിക്കുന്ന അസറ്റ് അസസിയുടെ ഓണർഷിപ്പിലായിരിക്കണം. അത് ഫുള്ളി ആയിട്ടോ അല്ലെങ്കിൽ പകുതിയായിട്ടോ അസസി ആയിരിക്കണം അതിൽ ഓണർ ആവേണ്ടത്. അപ്പോൾ ഓണർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഗലി ആയിട്ടുള്ള ഓണർ മാത്രമല്ല ബെനിഫിഷ്യൽ ഓണർ ആവാം. അസറ്റിൻ്റെ മുകളിലുള്ള ബെനിഫിറ്റ് ആർക്കാണോ ലഭിക്കുന്നത് അദ്ദേഹത്തെയാണ് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയുന്നത്. ബെനിഫിഷ്യൽ ഓണർ ആവാം, അല്ലെങ്കിൽ കോ ഓണേഴ്സ് ആവാം. അതായത് ഒരു അസറ്റിന് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോ ഓണേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കോ ഓണേഴ്സിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അവരുടെ ഓണർഷിപ്പ് കിടക്കുന്നുണ്ടായിരിക്കുക. അതിനനുസരിച്ച് ഡിപ്രിസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടി അക്വേർഡ് ഓൺ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് മീൻസ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാൾമെൻ്റ് ആകുമ്പം അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അസറ്റിൻ്റെ ഓണർഷിപ്പ് അവിടെ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ ലീഗലി.
പക്ഷേ അങ്ങനെ അല്ലെങ്കിലും ഹയർ പർച്ചേസിന് എടുത്തിട്ടുള്ള അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ എ പ്രോപ്പർട്ടി ബൈ ദ ലെസ്സി. ഇപ്പോൾ ഒരു SSC ലീസിന് ഒരു പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ് എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ ആ ബിൽഡിങ്ങിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. എത്രത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചിലവാക്കിയിട്ടുള്ളത് അതിന് ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സെക്ഷൻ 53A പ്രകാരം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. അത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. അതറിയാത്തവർ ആ ഒരു ക്ലാസ് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആ ബേസിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓണർഷിപ്പിൻ്റെ ബേസിൽ മീൻ ചെയ്യണത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ വരുന്നത് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസസീസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ ഒരു ഹെഡ് എന്താണ്? PGBP. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നോ എന്തെങ്കിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻകംസ് ആണ് ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ അസറ്റ് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അസറ്റ് ഉപയോഗിക്കുന്ന അതിൻ്റെ പർപ്പസ് എന്തായിരിക്കണം? ആ ഒരു SSCയുടെ ബിസിനസ്സിനോ അല്ലെങ്കിൽ പ്രൊഫഷനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കണം അസറ്റ്. എങ്കിൽ മാത്രമാണ് അസറ്റിൻ്റെ മുകളിൽ ഇൻകം ടാക്സ് പ്രകാരമുള്ള ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പർപ്പസ് എന്ന് പറഞ്ഞത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ യൂസിനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ യൂസ് എന്ന് പറയുമ്പം അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു മീനിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിലാദ്യം വരുന്നത് പാസീവ് യൂസ് വേഴ്സസ് ആക്റ്റീവ് യൂസ്. പാസീവ് യൂസ് എന്ന് പറയുമ്പോൾ റെഡി ടു യൂസ്. ഒരു അസറ്റ് നമ്മൾ ബിസിനസ്സിലേക്ക് വാങ്ങിച്ചു, അത് ഉപയോഗിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്, ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞത് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ട് തന്നെയാണ്, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിലേക്ക് ഉപയോഗം തുടങ്ങിയിട്ടില്ല എന്നുള്ളൂ. റെഡി ടു യൂസ് ആണ്. പിന്നെ ആക്റ്റീവ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ടു യൂസ്. നമ്മൾ അസറ്റ് ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കേസ് വരികയാണെന്നുണ്ടെങ്കിലും കണ്ടീഷൻ ഓക്കെയാണ്. ഇനി പിന്നെ പറയുന്നത് പാർട്ട്ലി യൂസ്ഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇപ്പോൾ ഒരേ അസറ്റ് കുറച്ച് ബിസിനസ്സിനും കുറച്ച് പ്രൊഫഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ വരുന്നത് കാറ്. നമ്മളിപ്പോൾ ഒരു കാർ, ഒരു SSC വാങ്ങിച്ചു. ആ കാറ് ബിസിനസ്സിനും ആളുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് ഈക്വലി യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അതും ഓക്കെയാണ്. പിന്നെ വരുന്നത് ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ടു ടെനൻറ്റ് ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ്. ഇപ്പോൾ ഒരു SSCക്ക് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അത് ചിലപ്പം ആ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനായിരിക്കാം റെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ ബിസിനസ് എന്നാണ് പറഞ്ഞത്. ബിസിനസ്സിൻ്റെ നല്ലൊരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുത്തിട്ട് അതിൽ നിന്നും എന്തെങ്കിലും റെൻ്റൽ എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ കണക്കാക്കാവുന്നതാണ്. അതാണ് യൂസ് എന്ന് പറയുമ്പോൾ മീൻ ചെയ്യണത്. സോ PGBPയിൽ ഡിപ്രിസിയേഷൻ ചാർജബിൾ ആവണമെന്നുണ്ടെങ്കിൽ, അത് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് മസ്റ്റാണ്. SSCയുടെ ഓണർഷിപ്പിലായിരിക്കണം ഒരു അസറ്റ്, പകുതിയോ അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടോ. പിന്നെ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അസറ്റിൻ്റെ ഉപയോഗം. ക്ലിയർ? ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. ഇൻകം ടാക്സ് പ്രകാരം എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. എക്സംപ്റ്റ് പവർ യൂണിറ്റ്സ്. പവർ യൂണിറ്റ്സ് എക്സംപ്റ്റഡ് ആയിട്ട് ബാക്കിയുള്ള അസറ്റിന് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഡിപ്രിസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡിപ്രിസിയേഷൻ ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നും ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് വരുന്നത് ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബ്ലോക്ക് ഓഫ് അസറ്റ്. ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഓരോ അസറ്റിനും ഒരു ബ്ലോക്ക് ഓഫ് അസറ്റ്സ് ആയിട്ട് ആദ്യം അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ ബ്ലോക്ക് ഓഫ് അസറ്റ് മീൻസ് സെയിം നേച്ചറുള്ള ഗ്രൂപ്പ് ഓഫ് അസറ്റിനെയാണ്
ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് സെയിം നേച്ചർ, ഒരേപോലത്തെ സ്വഭാവമുള്ള അസറ്റ്സിനെ ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റും. ആ ഓരോ ഗ്രൂപ്പിലും സെയിം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. ഇനി സെക്കൻഡ് വരുന്നത് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. പിന്നെ അതുകൂടാണ്ട് അതിലൊരുപാട് വേറെയും കുറേ മെത്തേഡ്സ് വരുന്നുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമ്മൾ ചെയ്യാം. അതാണ് പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ വരുന്നത് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടി നമ്മൾ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ഓരോ ഇയർ ബേസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആനുവൽ ബേസിസിലാണ് ഡിപ്രിസിയേഷൻ കാണുന്നത്. ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് ഒരു ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു അസറ്റ് വാങ്ങിച്ച് ബിസിനസ്സിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ അസറ്റിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് നോക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു അസറ്റ് ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചു, ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടി വാങ്ങിച്ചിട്ട് അത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് 180 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അസറ്റിന് എത്രയാണോ ആദ്യം പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അത് ഫുള്ളി ചാർജ് ചെയ്യും. ക്ലിയർ? അല്ലെങ്കിൽ അതായത് 180 ഡേയ്സിനേക്കാളും കുറവാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അസറ്റ് എങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ്റെ 50%, അതായത് ഹാഫ് ഭാഗമായിരിക്കും ഡിപ്രിസിയേഷനായിട്ട് അസറ്റിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫേർണിച്ചറാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫേർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റിനും സെയിം ഡിപ്രിസിയേഷൻ ലെവലിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടായിരിക്കും. അപ്പോൾ അത് 10% ആണ്. ഓക്കെ, ഫേർണിച്ചറിന് 10% ആണ്. അപ്പോൾ എങ്കിൽ ആ ഫേർണിച്ചർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ ഒരു വർഷത്തെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷം 180 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ 10% ഫുള്ളി നമ്മൾ ഡിപ്രിസിയേഷൻ കാണാനായിട്ട് റേറ്റ് ചാർജ് ചെയ്യും. അല്ല ഒരു 100 ഡേയ്സ് അല്ലെങ്കിൽ 150, അതായത് 180-നേക്കാളും താഴെ ഒരു 179 ദിവസം ആണ് എങ്കിൽ പോലും അതിൻ്റെ പകുതി, അതായത് 10ൻ്റെ പകുതി 5% ആയിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക, ഇത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻ നടത്താനായിട്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, അതായത് ഏത് മാസം മുതലാണ് 180 ഡേയ്സ് അല്ലെങ്കിൽ 180 ഡേയ്സിനും കുറവ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടൊരു കാര്യം പറയാം. 6 മന്ത്സ് വരെയാണ് 180 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാം. 6 മന്ത്സിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ 180 ഡേയ്സിൽ കുറവായിരിക്കും. ഇപ്പോൾ ഒരു വർഷം തുടങ്ങുന്നത്, ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് April 1 ആണ്. April 1 to സെപ്റ്റംബർ വരെയാണെന്നുണ്ടെങ്കിൽ അവിടെ 180 ഡേയ്സ് ആയിട്ട് മാറി. ഇനി സെപ്റ്റംബർ അല്ല, സെപ്റ്റംബറിൽ താഴെയാണ് എങ്കിൽ അത് 180 ഡേയ്സിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ മുതൽ വാങ്ങിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണെന്നുണ്ടെങ്കിൽ 180 ഡേയ്സിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സെപ്റ്റംബറിന് ശേഷമാണ് വാങ്ങിച്ചിട്ടുള്ളത് എങ്കിൽ ആ ഒരു വർഷം 180 ഡേയ്സിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ 6 മന്ത്സ് ആണ് 180 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നത്. 6 മന്ത്സിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ 180 ഡേയ്സിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് നേരെ പകുതി കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് അഡീഷണൽ ഡിപ്രിസിയേഷൻ. അത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ മാത്രമാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി മെഷീനറിയുടെ കേസിലൊന്നും അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇല്ല. അത് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതിൽ പറയുന്നത് ഓൺ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് ആഫ്റ്റർ 31/3/2005 അഡീഷണൽ ഡിപ്രിസിയേഷൻ അറ്റ് 20% ഈസ് ടു ബി ചാർജ്ഡ്. ഡേറ്റ് മനസ്സിലാക്കണം. 31/3/2005 ശേഷം ഒരു പുതിയ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് വേണ്ടി അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ചാർജ് ചെയ്യണം. ക്ലിയർ?
31/3 ശേഷം എന്ന് പറയുമ്പോൾ അത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ് April 1. അപ്പോൾ 2005 ഇയർ ഓർത്ത് വയ്ക്കുക. 2005 ആ ഒരു ടൈമിൽ ഒരു പുതിയൊരു മെഷീനറി, അതിന് ശേഷം ഒരു പുതിയ മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രിസിയേഷൻ മസ്റ്റായിട്ടും 20% ചാർജ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇസ് അവൈലബിൾ ഓൺലി ഇൻ ദ ഇയർ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് പുട്ട് ടു യൂസ്. അതായത് അതിൽ വരുന്നൊരു കണ്ടീഷനാണത്, പുതുതായിട്ടൊരു മെഷീനറി വാങ്ങിച്ചിട്ട് അത് എന്നാണോ ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ അവിടെ അവൈലബിൾ ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുതിയൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ടുള്ളത് 2007 വിചാരിക്കാം. പക്ഷേ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പാസീവ് യൂസ്, റെഡി ടു യൂസ് ആണ്, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത് 2008 വിചാരിക്കുക. അപ്പോൾ 2008 മുതലുള്ളതാണ് നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. ഇത് അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ കേസിൽ മാത്രമാണ് കേട്ടോ പറയുന്നത്. ബാക്കിയുള്ള നോർമൽ ഡിപ്രിസിയേഷൻ സാധാരണ പോലെയാണ്. എന്നാണോ മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എന്നാണോ ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈം മുതലാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ അവിടെ ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉള്ളൂ. അത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? ഇനി നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞു ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ സെയിം നേച്ചറുള്ള അസറ്റ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി ആ ഓരോ ഗ്രൂപ്പിനും സെയിം ആയിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കുക. സെയിം നേച്ചറുള്ള അസറ്റിന് സെയിം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓരോ അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്സ്, ആ ബ്ലോക്സിൽ വരുന്ന അസറ്റ്, ഏത് ടൈപ്പ് ഓഫ് അസറ്റാണ് ഓരോ ബ്ലോക്കിലും വരുന്നത്, പിന്നെ ഓരോ ബ്ലോക്കിൻ്റെയും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് ഇൻകം ടാക്സ് സബ്ജക്റ്റിന് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസിൻ്റെ നോട്ട്സ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സും പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസർ കീസും PDF ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻഡ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് വരുന്ന മെയിൻ അസറ്റ് വന്നിട്ട് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന് 3 ബ്ലോക്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്താണെന്ന് നോക്കാം. ബിൽഡിംഗ് വിച്ച് ആർ യൂസ്ഡ് ഫോർ മെയിൻലി ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് എക്സംപ്റ്റ് ഹോട്ടൽസ് ആൻഡ് ബോർഡിംഗ് ഹൗസ്. ഓക്കെ, അതായത് മെയിനായിട്ട് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്, അങ്ങനത്തെ ബിൽഡിംഗ് ആണ് ബ്ലോക്ക് 1 പെടുന്നത്. അതിൽ ഹോട്ടൽസും ബോർഡിംഗ് ഹൗസസും എക്സംപ്റ്റഡ് ആണ്. അതൊഴിച്ചിട്ടുള്ള ബാക്കി റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് ബിൽഡിംഗ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഫോർ ദ റെസിഡൻഷ്യൽ പർപ്പസ് ആൻഡ് നോട്ട് കവേർഡ് ബൈ ദ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതെന്തായാലും അത് കൊമേഴ്ഷ്യലായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആയിരിക്കും. പിന്നെ വരുന്നത് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3 കവർ ചെയ്യുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്. ബ്ലോക്ക് 1 റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബ്ലോക്ക് 3 ഇനി നമ്മൾ പറയും. അപ്പോൾ ആ 2 കാറ്റഗറിയിലും പെടാത്ത ബിൽഡിംഗ് ആയിരിക്കും ബ്ലോക്ക് 2 വരുന്നത്. അപ്പോൾ മെയിനായിട്ടും നോൺ റെസിഡൻഷ്യൽ, അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10% ആണ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ബ്ലോക്കിൽ ആദ്യം വരുന്നത് എന്താണെന്ന് നോക്കാം. ബിൽഡിംഗ് ഫോർ ഇൻസ്റ്റാളിംഗ് മെഷീനറി ആൻഡ് പ്ലാന്റ് ഫോമിംഗ് പാർട്ട് ഓഫ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറി സ്ഥാപിക്കുക, അതായത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് 3 വരും. പിന്നെ അതിൽ വരുന്ന റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നിട്ട് 40% ആണ്, 40%.
ഇനി ബ്ലോക്ക് 3യിൽ തന്നെ സെക്കൻഡ് കാറ്റഗറി വരുന്നത് പ്യോർലി ടെമ്പററി ക്രിയേഷൻ സച്ച് ആസ് വുഡൻ സ്ട്രക്ചർ. താൽക്കാലികമായിട്ട് നമ്മൾ എന്തെങ്കിലും ബിൽഡിങ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സാധാരണ ഈ മരത്തിൻ്റെ സ്ട്രക്ചറിലുള്ള എന്തെങ്കിലും ബിൽഡിങ് താൽക്കാലികമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ബ്ലോക്ക് 3യിലാണ് പെടുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നിട്ട് 40% തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി ഇവിടെ കഴിഞ്ഞു. അതിൽ 3 ബ്ലോക്കാണ് മെയിൻലി പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നത് ഫേർണിച്ചർ. അപ്പോൾ ഫേർണിച്ചറിൽ ആകെ ഒരൊറ്റ ബ്ലോക്കേ ഉള്ളൂ, ബ്ലോക്ക് 1. ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഇൻക്ലൂഡിങ് ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്. ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും ഫേർണിച്ചറിൽ ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ? അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത് 10% ആണ്. ഇനി മൂന്നാമത്തെ മെയിൻ അസറ്റ് വരുന്നത് മെഷീനറി ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതിൽ കുറച്ചധികം ബ്ലോക്സ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എന്താ നോക്കാം. അതിൽ ബ്ലോക്ക് 1ൽ 2 കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ട് മോട്ടോർ കാർസ് അതർ ദാൻ ദോസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. അതായത് ഹയർ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സിന് യൂസ് ചെയ്യാത്ത മോട്ടോർ കാർസ്, അതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഹയറിങ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഹയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലാത്ത, ഹയറിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലാത്ത മോട്ടോർ കാർസ്, അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 15% ആണ്, 15%. ഇനി ബ്ലോക്ക് 1ൽ തന്നെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് പറയുന്നതാണ് മെഷീനറി ആൻഡ് പ്ലാന്റ്. അത് ജനറൽ കാറ്റഗറി. ഇപ്പം നമ്മൾ ഈ ബ്ലോക്ക് വൈസിൽ പറഞ്ഞതൊന്നും കൂടാണ്ട് ജനറലായിട്ട് വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് നമ്മളിപ്പോൾ കുറേ ബ്ലോക്സിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാത്ത ജനറൽ ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് ഇതിൽ പറയുന്നത്. അതിനും 15% തന്നെയാണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 2. ബ്ലോക്ക് 2ൽ ഷിപ്സ് എന്നാണ് പറയുന്നത്, ഷിപ്പ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 20% ആണ്. ഓക്കെ, ഇനി ബ്ലോക്ക് 3ൽ മോട്ടോർ ബസ്സസ്, മോട്ടോർ ലോറീസ് ആൻഡ് കാർസ് യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ. അതായത് ഹയർ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഹയർ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടോർ ബസ്സസ്, മോട്ടോർ ലോറീസ്, കാർസ്, അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 30%. ആദ്യത്തെ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞത് ഈ ഹയർ ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കാത്ത, അതിലല്ലാത്ത ബാക്കിയുള്ള മോട്ടോർ കാർസിൻ്റെ കേസാണ് പറഞ്ഞത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 15% ആയിരുന്നു. ഇപ്പം നമ്മൾ ബ്ലോക്ക് 3ൽ പറഞ്ഞത് ഹയർ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ്, മോട്ടോർ കാർസ്, ബസ്സസ്, മോട്ടോർ ലോറീസ് എല്ലാം, അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 30%. ക്ലിയർ? ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 4 ആണ്. അതിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. എയ്റോപ്ലെയിൻസ്, എയ്റോ എൻജിൻ, commercial vehicles put to use before 1st 4 1999 for the purpose of business or profession, സ്പെസിഫൈഡ് ലൈഫ് സേവിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. അതിൽ വന്നിട്ട് എയ്റോപ്ലെയിൻസ്, എയ്റോ എൻജിൻസ്, പിന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അത് 1/4/1999 മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട്. ഓക്കെ, പുട്ട് ടു യൂസ് ബിഫോർ 1/4/1999 എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ സ്പെസിഫൈഡ് ലൈഫ് സേവിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതായത് ഈ വെൻറ്റിലേറ്റർ, അങ്ങനെയുള്ള ഈ ഹോസ്പിറ്റലിലുള്ള ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റ്സ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത് 40%. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 5. ബ്ലോക്ക് 5ൽ വരുന്നത് കണ്ടെയ്നേഴ്സ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് യൂസ്ഡ് ഹാസ് റീഫിൽസ്. അതായത് ഇങ്ങനെ വലിയ വലിയ കണ്ടെയ്നേഴ്സ് ഉണ്ടാവില്ലേ, സാധനങ്ങൾ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനും 40% ആണ് വരുന്നത്. ഓക്കെ, പിന്നെ 6th ബ്ലോക്ക്, 6ാമത്തെ ബ്ലോക്കിൽ വരുന്നതാണ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇങ്ങനെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, അതിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അങ്ങനത്തെ അതും പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻക്ലൂഡഡ് ആണ് 6th ബ്ലോക്കിൽ. അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നതും
40% ആണ്. ഓക്കെ, പിന്നെ 6th ബ്ലോക്കിൽ തന്നെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് ബുക്സ് അതർ ദാൻ books being annual publication or books owned by the SSC carrying on business in running lending libraries. ബുക്സ് എന്ന് പറഞ്ഞതും ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അണ്ടറിൽ ഒരു ഐറ്റമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് 6ൽ. അപ്പോൾ എങ്ങനത്തെ ബുക്സ് ആണെന്നാണ് അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ആനുവൽ പബ്ലിക്കേഷനും അതേപോലെ തന്നെ ഈ ലൈബ്രറി റൺ ചെയ്യാനായിട്ട്, അതായത് എന്തെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് വെക്കില്ലേ, ബിസിനസ്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇപ്പോൾ ലൈബ്രറി നടത്തുമ്പോൾ അതൊരു ബിസിനസ്സായിട്ടാണ് നമ്മൾ നടത്തുന്നത്, ബുക്സ് ലെൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും ഒരു ഇൻകം ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാത്ത സാധാരണ ബുക്സാണ് അവിടെ പറയുന്നത്. ഓക്കെ, ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻ ഓർ ബുക്സ് ഓൺഡ് ബൈ ദ SSC ക്യാരിങ് ഓൺ ബിസിനസ് ഇൻ റണ്ണിങ് ലെൻഡിങ് ലൈബ്രറീസ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കേസിലും പെടാത്ത ബുക്സാണ് അവിടെ പറയുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷനും 40% ആണ്. ദെൻ മൂന്നാമത്തെ ഐറ്റം കൂടി ബ്ലോക്ക് 6ൽ വരുന്നുണ്ട്, ഗ്യാസ് സിലിണ്ടേഴ്സ്. അതും 40% തന്നെയാണ് കേട്ടോ. ഇനി ബ്ലോക്ക് 7 നോക്കാം. ബ്ലോക്ക് 7ൽ റോളേഴ്സ് യൂസ്ഡ് ഇൻ ഫ്ലോർ മിൽസ്. ഈ ഫ്ലോർ മിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന റോളർ, ഇപ്പം ഫ്ലോറ് പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോളറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു മെഷീനറിയാണ്. അപ്പോൾ അത് ബ്ലോക്ക് 7ലാണ് വരുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 40% ആണ്. ഇനി ബ്ലോക്ക് 8 നോക്കാം. അതിൽ രണ്ട് കാറ്റഗറി വരുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ട് മെഷീനറി ആൻഡ് പ്ലാന്റ് യൂസ്ഡ് ഇൻ എ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. വാട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി, വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിനും 40% ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ബിൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് 3ൽ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഈ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ബിൽഡിങ്, അതും 40% തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കണക്ട് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി ബ്ലോക്ക് 8ൽ രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറിയാണ് ബുക്സ് ഓൺഡ് ബൈ ദ SSC ക്യാരിങ് ഓൺ എ പ്രൊഫഷൻ ബീയിങ് ആനുവൽ പബ്ലിക്കേഷൻ. അതായത് ആനുവൽ പബ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ലൈബ്രറി നടത്താനായിട്ട് പ്രൊഫഷനായിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സ് ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുക്സ്, അതും 40% ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും അതർ ബുക്സും പിന്നെ ഈ പബ്ലിക്കേഷനും അതേപോലെ തന്നെ ഈ പ്രൊഫഷൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്തിട്ടുള്ള ബുക്കും എല്ലാത്തിൻ്റെയും റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 40% ആണ്. പക്ഷെ അത് രണ്ടും രണ്ട് ബ്ലോക്കിലാണെന്ന് മാത്രം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ട് രീതിയിലുള്ള ബുക്സ് തന്നാൽ നമ്മൾ 40% വെച്ചിട്ടാണ് കാണുക. പക്ഷേ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ രണ്ടും രണ്ട് ബ്ലോക്കിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കാം. ക്ലിയർ? ഈ നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നതാണ് ബ്ലോക്ക് 9. അതിൽ വരുന്ന ഐറ്റം മോട്ടോർ ബസ്സസ് ലോറീസ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ August 23, 2019 ബട്ട് ബിഫോർ 1st April 2020. അതായത് മോട്ടോർ ബസ്സസ് അല്ലെങ്കിൽ ലോറീസ് അത് വാങ്ങിച്ചിട്ടുള്ളത് August 23, 2019 അല്ലെങ്കിൽ അതിന് ശേഷമോ ആൻഡ് 1st April 2020 മുമ്പോ ആയിരിക്കണം ആ ഒരു മോട്ടോർ ബസ്സസ് അല്ലെങ്കിൽ ലോറീസ് അക്വയർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മാത്രമാണ് ബ്ലോക്ക് 9 അണ്ടറിൽ വരത്തുള്ളൂ. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നിട്ട് 45% ആണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് 40% ആയിരുന്നു. ഇത് ബ്ലോക്ക് 9 വരുന്നത് 45% ആണ്. അപ്പോൾ ഇതോടുകൂടി ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കാറ്റഗറി കഴിഞ്ഞു. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ഒരൊറ്റ ബ്ലോക്കുകളും അതിൽ എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഇൻക്ലൂഡഡ് ആണ്. അതിൽ വരുന്ന അസറ്റ്സ് ആണ് നോ ഹൗ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്സ്, ലൈസൻസസ്, ഫ്രാഞ്ചൈസസ് ഓർ എനി അതർ ബിസിനസ് കൊമേഴ്ഷ്യൽ റൈറ്റ്സ് ഓഫ് സിമിലർ നേച്ചർ. ഇതേ സിമിലർ നേച്ചറുള്ള ബാക്കി എല്ലാ ബിസിനസ് കൊമേഴ്ഷ്യൽ റൈറ്റ്സും ഇൻക്ലൂഡഡ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ബ്ലോക്ക് 1. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വന്നിട്ട് 25% ആണ്. ഓക്കെ, അപ്പോൾ ഇനി ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എക്സാമിന് വരുമ്പോൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാ പെർസെൻറ്റേജും കാണാണ്ട് പഠിക്കണോ, എല്ലാതും എക്സാമിന് വരുമോ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം എല്ലാതും പഠിക്കേണ്ട ആവശ്യമില്ല.
അതിൽ മെയിനായിട്ട് എക്സാമിന് വരുന്നത് ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ വരും, അതേപോലെ തന്നെ നോൺ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് വരും. പിന്നെ ഫേർണിച്ചർ ഒരെണ്ണമല്ലേ ഉള്ളൂ, അത് വരും. പിന്നെ മെഷീനറീസിൽ ഈ മോട്ടോർ കാർഡ്സിൻ്റെ വരും. പിന്നെ ജനറൽ മെഷീനറിയാണ് കൂടുതലും വന്ന് കണ്ടിട്ടുള്ളത്, മെഷീനറി ആൻഡ് പ്ലാന്റിൻ്റെ ജനറൽ ബേസിസിൽ വരുന്ന. പിന്നെ അതിൽ കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അത് വരാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുക്സ്, ഇതാണ് മെയിനായിട്ട് സാധാരണ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ അല്ലാണ്ട് ഇനി ചോദിക്കുമെന്ന് അറിയില്ല, എക്സാമാണ്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം കൂടി പഠിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് എളുപ്പമാണ്, കൂടുതലും ഇതിൽ 40% ആണ് വരുന്നത്. അപ്പോൾ അതിൽ 40% അല്ലാത്തത് കറക്റ്റായിട്ട് പഠിക്കുക, അപ്പോൾ ബാക്കിയെല്ലാം 40% ആയിരിക്കും. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 25% ആണ്, അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് മെയിനായിട്ട് ഡിപ്രിസിയേഷനിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം. അതിനെങ്ങനെ പെർട്ടിക്കുലേഴ്സ് ആൻഡ് എമൗണ്ട് കോളം ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ എഴുതേണ്ടത് WDV ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ. നമ്മൾ ഓരോ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അനുസരിച്ചിട്ടാണ്. ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് WDV തരും, പ്രീവിയസ് ഇയർ, അതായത് നമ്മളിപ്പോൾ ടാക്സ് കണക്കാക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ WDV ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിങ്ങിൽ WDV അത് നമ്മൾ എഴുതുക. ദെൻ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വല്ല അസറ്റ്സും, അതായത് സെയിം ബ്ലോക്കിലുള്ള അസറ്റ് ആയിരിക്കണം, വേറെ അസറ്റ്സ് അല്ല. ഇതിപ്പോൾ മെഷീനറിയുടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്, ഫേർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത്, അതിലേത് ബ്ലോക്കാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സെയിം ബ്ലോക്കിലുള്ള അസറ്റ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യാം. എങ്കിലാണ് നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയറിൽ അല്ല ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് ലഭിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ്, പ്രീവിയസ് ഇയറിൻ്റെ ഓപ്പണിംഗ് പ്ലസ് പ്രീവിയസ് ഇയറിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള, അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സെയിം ബ്ലോക്കിലുള്ള അസറ്റ് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്, പ്രീവിയസ് ഇയറിൽ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് കിട്ടും. അതാണ് അവിടെ റെഡ് കളറിൽ എഴുതിയിട്ടുള്ളത്, ABC എന്ന് പറഞ്ഞിട്ട് അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മളെടുത്തുള്ള അസറ്റിൽ നിന്നും എന്തെങ്കിലും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പ്രീവിയസ് ഇയറിൽ ആ സെയിം ബ്ലോക്കിൽ പെട്ടിട്ടുള്ള അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനോട് കൂടെ ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലെസ് ചെയ്യുമ്പോൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും, അതാണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ആ എമൗണ്ട് ABC ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. അതായത് ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രീവിയസ് ഇയറിൽ നമ്മുടെ കയ്യിൽ 5 അസറ്റ് ഉണ്ട്, അതായത് പ്രീവിയസ് ഇയറിൽ ഓപ്പണിംഗ് WDV പിന്നെ പ്ലസ് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അസറ്റ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് 5 അസറ്റ് ഉണ്ട്. അതിൻ്റെ ടോട്ടൽ വാല്യൂ, അതായത് ABC എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുള്ളത് ടോട്ടൽ വാല്യൂ 1 lakh rupees ആണെന്ന് വിചാരിക്കാം. ഇനി അതിൽ നിന്നും 2 അസറ്റ് നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1,50,000 ആണ്. 2 അസറ്റ്, 5 അസറ്റ് ടോട്ടൽ ഉണ്ട്, അതിൽ 2 അസറ്റ് സെയിൽ ചെയ്തപ്പോൾ 1,50,000 ആണ് മേ ബി കിട്ടിയിട്ടുള്ളത് എങ്കിൽ അവിടെ നെഗറ്റീവായിട്ടായിരിക്കും വരിക. നെക്സ്റ്റ് ഇനി നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ബാലൻസ് വരും. അപ്പോൾ മാക്സിമം ആ ABC ആയിട്ട്, അതായത് ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് വരെയാണ് മാക്സിമം സെയിൽ എമൗണ്ട് പോകാനായിട്ട് പാടുള്ളൂ, അതിൽ കൂടാനായിട്ട് പാടില്ല. ക്ലിയർ? അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി ആ ABC ആയിട്ട് കിട്ടിയിട്ടുള്ള ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് പ്രീവിയസ് ഇയറിൽ അതിൽ നിന്നും സെയിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? WDV, റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് ലഭിക്കും. അതാണ് അവിടെ ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളത്, XYZ. അതൊരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. അത് നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് ആയിട്ടുള്ള ABCനേക്കാൾ കൂടുതൽ സെയിൽ എമൗണ്ട് വരുമ്പോഴാണ് റിട്ടേൺ ഡൗൺ നെഗറ്റീവ് ആവാം. അത് നെഗറ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് സെയില് വാല്യൂ ഓഫ് അസറ്റിൻ്റെ മാക്സിമം അത്രേ പാടുള്ളൂ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് ലഭിച്ചു. ഇനിയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണുന്നത്. അപ്പോൾ ഈ റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ് ഇനി ഡിപ്രിസിയേഷൻ കാണേണ്ടത്. നെക്സ്റ്റ്, ലെസ് ഡിപ്രിസിയേഷൻ ഹാസ് എ പെർസെൻറ്റേജ് ഓൺ XYZൻ്റെ മുകളിൽ ഏതാണോ ആ ബ്ലോക്ക് ഓഫ് അസറ്റിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അത് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ കണ്ടിട്ട് ആ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് WDV ഫോർ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്കുള്ള ഓപ്പണിംഗ് WDV റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് ലഭിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം പ്രീവിയസ് ഇയറിലെ ഓപ്പണിംഗ് WDV എഴുതി, അതിന് കൂടെ അഡീഷണൽ ആയിട്ട് പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് കിട്ടി. ദെൻ അതിൽ നിന്നും എന്തെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ദെൻ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? WDV കിട്ടും. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റിൽ നിന്നും സെയിൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ WDV ലഭിക്കും. ആ WDVയുടെ മുകളിലാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ WDVയിൽ നിന്ന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്ത് കളഞ്ഞാൽ ഓപ്പണിംഗ് WDV നെക്സ്റ്റ് ഇയറിലോട്ടുള്ള ഓപ്പണിംഗ് WDV. ഒരു കാര്യം നിങ്ങൾ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, അത് പിന്നീട് നമുക്ക് ആവശ്യം വരാം. നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് അസറ്റിനേക്കാളും കൂടുതൽ സെയിലിൻ്റെ എമൗണ്ട് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി മേ ബി അത് എക്സീഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അടുത്തുള്ള അസറ്റിൻ്റെ വാല്യൂ 1 lakh ആണ്, പക്ഷെ അതിൽ നിന്നും സെയിൽ ചെയ്തപ്പോൾ 1,50,000 കിട്ടിയെങ്കിൽ അതിൽ എക്സീഡ് ആയിട്ടുള്ള 50,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ ആ ബ്ലോക്കിൽ ഒരു അസറ്റും ബാക്കിയില്ല, എല്ലാ അസറ്റും സെയിൽ ചെയ്ത് പോയി, എന്നിട്ടും ലാസ്റ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് വാല്യൂ ഓഫ് അസറ്റിൽ നിന്നും സെയിൽ ലെസ് ചെയ്യുമ്പോഴാണ് റിട്ടേൺ ഡൗൺ വാല്യൂ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ആ ബ്ലോക്കിൽ ഒരൊറ്റ അസറ്റും ബാക്കിയില്ല, എല്ലാതും സെയിൽ ചെയ്തിട്ടും അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് ലഭിക്കുന്ന എമൗണ്ട് പോസിറ്റീവായിട്ടുള്ള ഫിഗർ ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യാം. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ 3 അസറ്റിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്: ബിൽഡിങ്സ്, മെഷീനറി ആൻഡ് ഫേർണിച്ചർ. അപ്പോൾ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റ്സിലും എങ്ങനെയാണ് കാൽക്കുലേഷൻസ് എന്ന് നമുക്ക് ഈ ഒരൊറ്റ പ്രോബ്ലത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ പ്രോബ്ലം വായിക്കാം. The following particulars are given in respect of assets of a factory. ഒരു ഫാക്ടറിയിലുള്ള അസറ്റ്സിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ബിൽഡിങ്ങും മെഷീനറീസും ഫേർണിച്ചേഴ്സും ഒരു ഫാക്ടറിയിലെ അസറ്റ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഏത് ബ്ലോക്കാണ് എത്രയാണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ നോക്കാം. ബിൽഡിംഗ് വന്നിട്ട് ഫാക്ടറി അസറ്റ് ആവുമ്പോൾ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ അത് വരുന്നത് ബ്ലോക്ക് 2 എന്നുള്ള കാറ്റഗറിയിലാണ്. സോ അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത് 10% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം ഏത് ബ്ലോക്കിലാണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്ത് തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബിൽഡിങ്സിൽ ഫസ്റ്റ് WDV ഓഫ് ഫാക്ടറി ബിൽഡിംഗ് 1/4/2019. പ്രീവിയസ് ഇയറിലുള്ള ബിഗിനിങ് WDV ആണ് തന്നിട്ടുള്ളത്. എമൗണ്ട് വരുന്നത് 80,000 ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ന്യൂ അഡീഷൻസ് ഓൺ 1/9/2019. അതായത് അതും പ്രീവിയസ് ഇയറിൽ ഒരു പുതിയ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 ആ മെഷീനറി വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ എമൗണ്ട് വരുന്നത് 40,000 ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് WDV ഓഫ് ഓഫീസ് ബിൽഡിങ്സ്. നമ്മൾ ഫസ്റ്റത്തെ WDV ഫാക്ടറി ബിൽഡിങ്ങിൻ്റെതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബിസിനസ്സിന് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. ദെൻ ഓഫീസ് ബിൽഡിംഗ് ആകുമ്പോൾ അത് പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിരിക്കും. അതിൻ്റെ WDV പ്രീവിയസ് ഇയറിൻ്റെ ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട്. അത് വരുന്നത് 50,000 ആണ്. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് 2ലുള്ള ബിൽഡിംഗ് അസറ്റിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ
കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സൊല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് WDV 2019 ബിഗിനിങ്ങിലുള്ള WDV അത് 2 ബിൽഡിങ്ങിൻ്റെ തന്നിട്ടുണ്ട്. ഫാക്ടറി ബിൽഡിങ്ങിൻ്റെയും ഓഫീസ് ബിൽഡിങ്ങിൻ്റെയും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് രണ്ടും എഴുതുക. WDV ഓൺ 1/4/2019 ഫാക്ടറി ബിൽഡിംഗ് 80,000, ദെൻ ഓഫീസ് ബിൽഡിംഗ് 50,000. ദെൻ ആ 2 ഓപ്പണിംഗ് WDV തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1,30,000. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു പുതിയ ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 1 വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് വരുന്നത് 40,000 ആണ്. സോ ഈ 1,30,000 കൂടെ ന്യൂ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 40,000 ആഡ് ചെയ്യുക. പിന്നെ ഇവിടെ സെയിൽ ചെയ്തിട്ടുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. സോ WDV ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 40,000 ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് 1,70,000 ആണ്. അതാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ WDV എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് 180 ഡേയ്സിൻ്റെ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് WDV തന്നത് നമുക്ക് നോക്കണ്ട. WDV ഓപ്പണിങ്ങിലുള്ളതാണല്ലോ, കഴിഞ്ഞ വർഷം പർച്ചേസ് ചെയ്തിട്ടുള്ള മെഷീനറിയുടേതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഏത് ടൈമിലാണ് നോക്കാം. ഇവിടെ 1/9/2019 തന്നിട്ടുള്ളത്, അതായത് സെപ്റ്റംബർ 1. അപ്പോൾ സെപ്റ്റംബർ 1 to March 31 എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം ഒരു 7 മന്ത്സോളമായി. സോ 180 ഡേയ്സിനേക്കാളും കൂടുതൽ ആ മെഷീനറി ആ ഒരു പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ 180 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടോട്ടൽ WDV ആയിട്ട് കിട്ടിയിട്ടുള്ള 1,70,000 മുകളിലാണ് 10% കാണുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആയിരിക്കും കാണുക. 1,70,000 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ 17,000 ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ WDV ആയിട്ടുള്ള 1,70,000 നിന്നും ഡിപ്രിസിയേഷൻ എമൗണ്ട് 17,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് WDV ഫോർ നെക്സ്റ്റ് ഇയർ നമുക്ക് കിട്ടും. അത് വന്നിട്ട് 1,53,000. ക്ലിയർ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റിലോട്ട് വീണ്ടും വരാം. ദെൻ അടുത്ത അസറ്റ് വരുന്നത് മെഷീനറിയാണ്. മെഷീനറിയുടെ ഇൻഫർമേഷൻസ് നോക്കാം. WDV ഓൺ 1/4/2019 1,00,000 റുപ്പീസ് തന്നിട്ടുണ്ട്. ദെൻ ന്യൂ മെഷീൻ പർച്ചേസ്ഡ് ഓൺ 1/5/2019, അതായത് പുതിയ മെഷീനറി 2019 മെയ്യിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. May 1 എമൗണ്ട് വരുന്നത് 60,000 ആണ്. വീണ്ടും എ ന്യൂ മെഷീൻ പർച്ചേസ്ഡ് ഓൺ 1/11/2019 November 1 വീണ്ടും പുതിയൊരു മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. എമൗണ്ട് വരുന്നത് 50,000 ആണ്. ദെൻ ലാസ്റ്റ് വരുന്നത് ഓൾഡ് മെഷീൻ സോൾഡ് ഓൺ 8/1/2020 ജാനുവരി 8 പഴയ മെഷീൻസ് വിറ്റിട്ടുണ്ട്. അതായത് 40,000 മെഷീന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് ഫസ്റ്റ് നമ്മൾ WDV ഓൺ 1/4/2019 എന്ന് പറഞ്ഞില്ലേ 1,00,000. അപ്പോൾ അതിൽ നിന്നുമാണ് 40,000 മെഷീനറി സോൾഡ് ചെയ്തിട്ടുള്ളത്. ഓൾഡ് മെഷീനറി എന്നാണല്ലോ അവിടെ പറയുന്നത്. സോ പഴയ മെഷീനറിയാണ് വിറ്റിട്ടുള്ളത്, ഇപ്പോൾ പുതിയ വാങ്ങിച്ചതല്ല. പിന്നെ മെഷീനറിയുടെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ 2005 ശേഷം വാങ്ങിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ അവൈലബിൾ ആവത്തുള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ മെഷീൻസും 2005 ശേഷമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും അഡീഷണൽ ഡിപ്രിസിയേഷൻ നമുക്ക് സൊല്യൂഷൻ നോക്കാം. WDV ഓൺ 1/4/2019 1,00,000 റുപ്പീസ് ആദ്യം എഴുതുക. ദെൻ 2 മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 1/5/2019 വാങ്ങിച്ചിട്ടുള്ള 60,000 ആഡ് ചെയ്യുക. ദെൻ 1/11/2019 വാങ്ങിച്ചിട്ടുള്ള 50,000 സോ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് ആ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ അസറ്റ് കിട്ടും. അത് വരുന്നത് 2,10,000 റുപ്പീസാണ്. ഇനി ഇവിടെ സെയിൽ നടന്നിട്ടുണ്ട്. സോ സെയിൽ ലെസ് ചെയ്യുക. ലെസ് സെയിൽസ് പ്രൊസീഡ്സ് എത്ര രൂപയ്ക്കാണ്? 40,000 സെയിൽ നടന്നിട്ടുള്ളത്. സോ 2,10,000 മൈനസ് 40,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,70,000. അതാണ് WDV റിട്ടേൺ ഡൗൺ വാല്യൂ പ്രീവിയസ് ഇയറിൻ്റെത് വരുന്നത്.
ഓക്കെ, ഇനി ഇതുമ്മലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് എത്ര പെർസെൻറ്റേജ് എന്നറിയാൻ വേണ്ടിയിട്ട്, ഇത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെഷീനറിയാണ്. ഇന്ന യൂസിന് എന്നൊന്നും പറയുന്നില്ല സ്പെസിഫൈ ചെയ്തിട്ട്. സോ ജനറലാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. ജനറൽ വരുമ്പോൾ 15% ആണ്. ബ്ലോക്ക് 1ലാണ് വരുന്നത് 15%. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 180 ഡേയ്സ് മോർ ആണോ ലെസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് WDV തന്നിട്ടുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും 180 ഡേയ്സിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മെഷീനറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 1/5/2019 വാങ്ങിച്ചിട്ടുള്ള മെയിൽ വാങ്ങിച്ചിട്ടുള്ളത് എന്തായാലും 6 മന്ത്സിനേക്കാളും കൂടുതലായിരിക്കും. സോ 180 ഡേയ്സിന് കൂടുതലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/11/2019 അത് നവംബറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ അത് 5 months ആണ് കവർ ചെയ്യുന്നുള്ളൂ. സോ 180 ഡേയ്സിനേക്കാളും കുറവായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഡിപ്രിസിയേഷൻ അറ്റ് 15% നമ്മൾ ഏതിന്മേലാണ് കാണേണ്ടത്? WDV ആയിട്ട് ഓപ്പണിംഗ് ആയിട്ട് തന്നിട്ടുള്ള 1,60,000 പുതിയ മെഷീനറി മെയിൽ വാങ്ങിച്ചിട്ടുള്ള 60,000. പക്ഷേ ഈ 1,00,000 നിന്നും സെയിൽ ചെയ്തിട്ടുണ്ട് 40,000 അത് നമ്മൾ ലെസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 1,00,000 മൈനസ് സെയിൽ ചെയ്തിട്ടുള്ള 40,000, ദെൻ പുതിയ മെഷീനറി മെയിൽ വാങ്ങിച്ചിട്ടുള്ള 60,000 പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1,20,000. അതിൻ്റെ 15% കാണുമ്പം 18,000 ആണ് ലഭിക്കുന്നത്. ക്ലിയർ? ഇനി ഡിപ്രിസിയേഷൻ പകുതി കാണേണ്ട അസറ്റാണ് 1/11/2019 വാങ്ങിച്ചിട്ടുള്ള 50,000 അസറ്റ്. സോ 7.5% ഓൺ 50,000 കണ്ടു കഴിഞ്ഞാൽ 3,750 ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നോർമൽ ഡിപ്രിസിയേഷൻ എല്ലാ അസറ്റ്സിൻ്റെയും കണ്ടു കഴിഞ്ഞു. ഇനി മെഷീനറി ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ 20% ആണ് നോർമൽ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മെഷീനറിയുടെ മുകളിലാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ കാണേണ്ടത്. ഇത് 2 മെഷീനറിക്കും അത് സാറ്റിസ്ഫൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം 60,000 വാങ്ങിച്ചിട്ടുള്ള മെയിൽ വാങ്ങിച്ചിട്ടുള്ള മെഷീനറി ആണെന്നുണ്ടെങ്കിൽ 180 ഡേയ്സിനേക്കാളും കൂടുതലായതുകൊണ്ട് അതിൽ കംപ്ലീറ്റ് 20% തന്നെ നമുക്ക് അഡീഷണൽ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാവുന്നതാണ്. സോ 20% ഓൺ 60,000 ഈസ് ഈക്വൽ ടു 12,000 നമുക്ക് കിട്ടും. ഇനി 180 ഡേയ്സ് കവർ ചെയ്യാത്ത മെഷീനറിയാണ് നവംബറിൽ വാങ്ങിച്ചിട്ടുള്ള 50,000 മെഷീനറി. അപ്പോൾ അതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ ആയിട്ട് നോർമലായിട്ടുള്ള 20%ൻ്റെ പകുതി കണ്ടാൽ മതി. 10% വെച്ചിട്ട് കാണാം. അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ അറ്റ് 10% ഓൺ 50,000 ഈസ് ഈക്വൽ ടു 5,000 ആണ്. അപ്പോൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ 180 ഡേയ്സ് ഓർ മോർ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ആ കണ്ടീഷൻ അപ്ലിക്കബിൾ ആണ് നോർമൽ ഡിപ്രിസിയേഷനും അഡീഷണൽ ഡിപ്രിസിയേഷനും. ക്ലിയർ? അപ്പോൾ എല്ലാ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 38,750 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ WDV ആയിട്ടുള്ള 1,70,000 നിന്നും ടോട്ടൽ ഡിപ്രിസിയേഷൻ 38,750 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് WDV ഫോർ നെക്സ്റ്റ് ഇയർ ആയിട്ട് കിട്ടുന്ന 1,31,250 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി മെഷീനറിയുടെ കാൽക്കുലേഷൻസും കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് വരാം. ലാസ്റ്റ് അസറ്റായിട്ട് വരുന്നത് ഫേർണിച്ചറാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് നോക്കാം. WDV ഓൺ 1/4/2019 15,000 തന്നിട്ടുണ്ട്. ദെൻ ന്യൂ അഡീഷണൽ ഓൺ 1/12/2019 5,000. അതായത് 2019 ഡിസംബർ 1 വാങ്ങിച്ചിട്ടുള്ള പുതിയ മെഷീനറിയാണ്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് ഫേർണിച്ചർ ഓൺ 8/3/2020 മാർച്ച് 8 പഴയ മെഷീനറിയിൽ നിന്നും 1,000 മെഷീനറി സോൾഡ് ചെയ്തിട്ടുണ്ട്. പഴയ മെഷീനറി എന്ന് പറയുമ്പോൾ WDV ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള 15,000 നിന്നും 1,000 മെഷീനറി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് 2020 മാർച്ച് 8. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ അതിനായിട്ട് ആദ്യം നമ്മൾ WDV ഓൺ 1/4/2019 എഴുതി 15,000 പുതിയ മെഷീനറി വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടുള്ളത് 1 ഡിസംബർ 2019 അതിൻ്റെ എമൗണ്ട് വരുന്നത് 5,000. അത് WDVയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് കിട്ടും 20,000. ദെൻ ഓൾഡ് മെഷീനറി സെയിൽ ചെയ്തിട്ടുണ്ട്. സോ ലെസ് സെയിൽ പ്രൊസീഡ് 1,000 സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20,000 മൈനസ് 1,000 ടോട്ടൽ അസറ്റിൽ നിന്നും 1,000 അസറ്റ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞു.
ദെൻ നമുക്ക് കിട്ടുന്നതാണ് 19,000. WDV ആയിട്ട് 19,000 ആൻസർ കിട്ടി. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ നോക്കാം. ഫേർണിച്ചറിൻ്റെ കേസിൽ ഒരൊറ്റ ബ്ലോക്കേ വരുന്നുള്ളൂ. അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത് 10% ആണ്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 180 ഡേയ്സ് ഓർ മോർ ആണോ ലെസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതിനായിട്ട് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള മെഷീനറി എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഡിസംബറിലാണ്. സോ December 1 വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർച്ച് വരെ ഒരു 4 monthsേ കവർ ചെയ്യുന്നുള്ളൂ. സോ 180 ഡേയ്സിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ WDV ഓൺ 1/4/2019 തന്നിട്ടുള്ള 15,000 മാത്രമാണ് 10% റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ അറ്റ് 10% വരുന്നത് WDVക്ക് മാത്രമാണ്. അപ്പോൾ WDV ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് തന്നിട്ടുള്ളത് 15,000 ആണ്. അപ്പോൾ അതിൽ സെയിൽ ചെയ്തിട്ടുണ്ട് 1,000. സെയിൽ ചെയ്തിട്ടുള്ളതിൻ്റെ വീണ്ടും ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 15,000 മൈനസ് സെയിൽ ചെയ്തിട്ടുള്ള 1,000 അതിൽ നിന്നും ലെസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് 14,000 ആണ് നമുക്ക് കിട്ടുന്നത്. സോ 14,000ൻ്റെ 10% ഡിപ്രിസിയേഷൻ കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1,400. ഇനി ഡിപ്രിസിയേഷൻ അറ്റ് 5% ഓൺ 5,000ൻ്റെ ഫേർണിച്ചർ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് 180 ഡേയ്സ് കവർ ചെയ്യുന്നില്ല. സോ 10%ൻ്റെ പകുതി എടുക്കാം, 5%. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 250. സോ ടോട്ടൽ ഡിപ്രിസിയേഷൻ വരുന്നത് 1,650 ആണ്. ദെൻ WDV ആയിട്ടുള്ള 19,000ൽ നിന്നും ടോട്ടൽ ഡിപ്രിസിയേഷൻ 1,650 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് WDV ഫോർ നെക്സ്റ്റ് ഇയർ ലഭിക്കും. അതായത് 17,350 റുപ്പീസ്. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റിൻ്റെയും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മെത്തേഡ്സ് എല്ലാം സെയിം ആണ്. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ 180 ഡേയ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡിപ്രിസിയേഷൻ എന്നുള്ള ടോപ്പിക് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്തിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.